അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട്. ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുക. അതാണ് നടക്കുന്നത്. ഞങ്ങളിവിടെ LDF കൺവീനർ TP രാമകൃഷ്ണനെയോ CPIM സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെയോ CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തെയോ ഒന്നും ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുമില്ല. അത് സാധാരണ നിലക്ക് ഞങ്ങൾ ചെയ്യാറില്ല. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ പേരാണ് ഞങ്ങൾ കൊടുത്തത്. പ്രതിപക്ഷ നേതാവിൻ്റെ പേര് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പറഞ്ഞതാണ്. എന്താ സംശയം അതിന്? ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങൾ പിന്നെയും ഉയർത്തിക്കൊണ്ടല്ല ഞങ്ങൾ പോയത്. കാരണം നാടിൻ്റെ താല്പര്യമാണ് പിന്നെ പ്രശ്നമായിട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. ആ കരാർ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ പദ്ധതി മുടങ്ങിപ്പോകുന്ന സ്ഥിതി വരും. അപ്പോൾ പദ്ധതി നടപ്പാക്കുക എന്നതിന് തന്നെയാണ് ഗവൺമെൻറ് പ്രാമുഖ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ആവർത്തിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ബാക്കി എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾക്ക് അത്ര വേഗം മനസ്സിലാവില്ല. അതാണ് നിങ്ങളെ പ്രശ്നം.